നമസ്കാരം. CPIM-ന്റെ ബിനാമി സ്ഥാപനമാണ് ഊരാളുങ്കൽ സൊസൈറ്റി എന്നാണ് കഴിഞ്ഞ കുറേ കാലമായി പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ കരിമണൽ കർത്തയിൽ നിന്നും മകൾക്ക് മാസപ്പടി നിയമപരമായി വാങ്ങിയതുപോലെ ഊരാളുങ്കൽ സൊസൈറ്റി വഴി നിയമപരമായി CPM സാമ്പത്തിക തിരിമറി നടത്തുന്നു. സർക്കാരിൻ്റെ പദ്ധതികളെല്ലാം തന്നെ ടെൻഡർ പോലുമില്ലാതെ ഊരാളുങ്കൽ വഴി കൈമാറുന്നു. ഇനി അഥവാ ടെൻഡർ ഉണ്ടെങ്കിൽ 10% കൂട്ടി ഊരാളുങ്കന് കൊടുക്കാം എന്ന് മാത്രമല്ല, ഊരാളുങ്കന് പണി കുറവാണെങ്കിൽ സെക്രട്ടേറിയറ്റ് പോലും അഴിച്ചു പണിയാനുള്ള സാഹചര്യമുണ്ട്. ഇതായിരുന്നു പണ്ടു മുതലെയുള്ള ആരോപണം. ഒരു പരിധിവരെ ഈ ആരോപണമൊക്കെ ശരിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ CPM-നെ പൂട്ടാനുള്ള എളുപ്പവഴി ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ക്രമവിരുദ്ധമായി കൊടുക്കുന്ന പണികളൊക്കെ അവസാനിപ്പിക്കുക, ഒപ്പം ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ഇടപാടുകളെക്കുറിച്ച് അന്വേഷണം നടത്തുക എന്നത് സാധാരണ മനുഷ്യരുടെ ആഗ്രഹവും പ്രതീക്ഷയുമായിരുന്നു. പക്ഷെ അധികാരത്തിലെത്തിയതിനു ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശനോ മന്ത്രിസഭയ്ക്കോ പ്രത്യേക താല്പര്യമൊന്നും ഇക്കാര്യത്തിലുണ്ടായില്ല. ഇതുവരെ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ഒരു ഇടപാടിനെക്കുറിച്ചും അന്വേഷണം നടത്തിയില്ല എന്ന് മാത്രമല്ല, ഊരാളുങ്കലിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ ക്ലീൻ ചീറ്റും കൊടുത്തു. ആദ്യം NHAന്റെ വർക്ക് നന്നായി നടത്തി, അത് കേന്ദ്രത്തിനെ പ്രീണിപ്പിച്ചു. നമ്മളെ നാട്ടിലെ വർക്കൊന്നും ഭംഗിയായിട്ട് നടന്നില്ല. അതാണ് ഇപ്പോൾ അതിലൊരു ചെറിയ വിഷയം. പിന്നെ ആണെങ്കിൽ അവർ ആദ്യം നല്ല ക്വാളിറ്റി വർക്കായിരുന്നു, അതുകൊണ്ടാണ് എല്ലാവരും ഊരാളുങ്കലിൻ്റെ പിന്നാലെ പോയത്. വർക്കിനോട് കൂടി ഇപ്പം അവരുടെ നിയന്ത്രണത്തിലല്ല കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും നാട്ടുകാർക്കും അറിയാം. താമസം കാര്യങ്ങളൊക്കെ ഒരു സംവിധാനം ഉണ്ടല്ലോ, ഒരു എഗ്രിമെൻ്റിൻ്റെ ഭാഗമായിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള നിയമ നടപടികൾ സ്വീകരിക്കാം. വൈകിട്ട് വർക്കുകൾ കൊടുത്തത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടില്ല. എന്നിരുന്നാലും ഇവിടെ വന്ന ചോദ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വർക്ക് നോമിനിയായിട്ടോ അല്ലെങ്കിൽ വൈകിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കും. അക്ഷരാർത്ഥത്തിൽ CPM-ന്റെ ബിനാമി ഇടപാടുകളുടെ അടിവേരറക്കാൻ കാത്തിരുന്ന UDF-ന് അധികാരത്തിലെത്താൻ വേണ്ടി വോട്ട് ചെയ്തവരെ നിരാശപ്പെടുത്തുന്ന സംഗതിയായിരുന്നത്. അങ്ങനെ വി ഡി സതീശനും കൂട്ടരും ഊരാളുങ്കലിന് മുൻപിൽ കീഴടങ്ങിയപ്പോൾ ഊരാളുങ്കലിന്റെ അന്തകരായി രംഗപ്രവേശം ചെയ്തത് സംസ്ഥാന നിയമസഭയുടെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല, സ്പീക്കർക്ക് രാഷ്ട്രീയമില്ല. സ്പീക്കർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കാറില്ല, ഏതെങ്കിലും ഒരാൾക്ക് ഫേവറായി നിലനിൽക്കാറില്ല. തിരുവഞ്ചൂർ അങ്ങനെ ചെയ്യുന്ന ആളല്ല എന്ന് ഈ ഒരു മാസം കൊണ്ട് അദ്ദേഹം തെളിയിക്കുകയും ചെയ്തു. BJP പ്രതിനിധികൾക്ക് പോലും അർഹിക്കുന്നതിൽ കൂടുതൽ സമയം കൊടുത്തു എന്ന ആരോപണം ഭരണപക്ഷത്തിന് പോലുമുണ്ട്. അങ്ങനെ പതിവിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാവരെയും തുല്യരായി കാണുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സകലരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുത്തു. ഊരാളുങ്കൽ സൊസൈറ്റിയും നിയമസഭയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് അവസാനിപ്പിക്കാൻ. നമുക്കറിയാം, CPM-ന്റെ എല്ലാ സംവിധാനങ്ങളും ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പണമുണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. MLA ക്വാർട്ടേഴ്സിനുള്ള ശങ്കരനാരായണൻ തമ്പി ഹാൾ കോടികൾ മുടക്കി പുതുക്കി പണിതപ്പോൾ അതിന്റെ സിറ്റിംഗ് കപ്പാസിറ്റി കുറഞ്ഞുപോയി. നിയമസഭയ്ക്കകത്തും MLA ക്വാർട്ടേഴ്സിലുമൊക്കെ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളും മെയിൻ്റനൻസും ഒക്കെ അനാവശ്യമാണെന്നും അഴിമതിയാണെന്നും വ്യക്തമായി. ആവശ്യമില്ലാത്ത എല്ലാ ഇടപാടുകളും നിയമസഭയുടെ പേരിൽ CPIM ബിനാമികൾക്കും ഊരാളുങ്കൽ സൊസൈറ്റിക്കും കൈമാറി. അതൊക്കെ നിർത്തിവെച്ചുകൊണ്ടും ഉള്ള ഉത്തരവുകൾ റദ്ദു ചെയ്തുകൊണ്ടുമാണ് സ്പീക്കർ ഉത്തരവിറക്കിയത്. ഇത് സംബന്ധിച്ച് യോഗം ചേർന്ന് പുറത്തിറക്കിയ ഉത്തരവിൽ ഇങ്ങനെ പറയുന്നു: 17/10/2019 പ്രധാന കരാറും തുടർന്നുള്ള ഉപകരാറുകളും മുഖേന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം നവീകരണ പ്രവർത്തികൾ നിർവഹിച്ച് മെമ്പേഴ്സ് ലോഞ്ചിലെ അറ്റകുറ്റപ്പണികൾ നിലവിൽ നിർവഹണ ഏജൻസിയായ ULCCS മുഖേനയാണ് നിർവഹിച്ചു വരുന്നത്. നിർമ്മാണ അപാകതകൾ മൂലം ഉണ്ടാകുന്ന അറ്റകുറ്റപ്പണികൾ ഡിഫക്റ്റ് ലയബിലിറ്റി ക്ലോസും ഉൾപ്പെടുത്തുകയും അല്ലാത്തവ പേയ്മെന്റ് വ്യവസ്ഥയിലുമാണ് നിർവഹിച്ചു വരുന്നത്. ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ 3 വർഷ വാറണ്ടി അവസാനിക്കുന്ന 02/01/2023 മുതൽ 02/01/2024 വരെ 4-ാം വർഷത്തേക്കും തുടർന്ന് 02/01/2025 വരെയുള്ള 5-ാം വർഷത്തേക്കും എക്സ്റ്റൻഡഡ് വാറണ്ടി നിർമ്മാണ കരാറിൽ ഉൾപ്പെട്ടിരുന്നുവെങ്കിലും ആയതിന് തുക നിയമസഭാ സെക്രട്ടറി ULCCS നൽകിയിട്ടില്ലെന്നും ആയതിനാൽ ഫലത്തിൽ എക്സ്റ്റൻഡഡ് വാറണ്ടി ഇല്ലാത്ത നിലയിലാണെന്നും എക്സ്റ്റൻഡഡ് വാറണ്ടി ലഭിക്കണമെങ്കിൽ 2023 ജനുവരി 2 മുതൽ 4-ാം വർഷത്തെ എക്സ്റ്റൻഡഡ് വാറണ്ടിക്കുള്ള തുക കൂടി നൽകി ആയത് പുതുക്കേണ്ടി വരുമെന്നും 25/3/2024 9/5/2021 യോഗങ്ങളിൽ ULCC അറിയിക്കുകയും അപ്രകാരം കരാറിൽ ഏർപ്പെടുന്നതിനും ഭരണാനുമതി ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് ബഹുമാനപ്പെട്ട സ്പീക്കർ ഉത്തരവാകുകയും ചെയ്തു. തുടർന്ന് മെമ്പേഴ്സ് ലോഞ്ചിൽ സ്ഥാപിച്ച ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ 03/01/2023 മുതൽ 02/01/2024 വരെയുള്ള 4-ാം വർഷത്തേക്കും 03/01/2024 മുതൽ 01/2025 വരെ 5-ാം വർഷത്തേക്കും എക്സ്റ്റൻഡഡ് വാറണ്ടി ഇനത്തിൽ യഥാക്രമം 8,64,688, 10,80,860 എന്നിവ ഉൾപ്പെടെ തുകയായ
19,45,548 രൂപയും 18% GST ചേർത്ത് ആകെ 22,90,740 രൂപയുടെ ഭരണാനുമതി ഉത്തരവ് പുറപ്പെടുവിക്കുകയും 01/01/2005 യോഗത്തിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ നിർദ്ദേശപ്രകാരം ULCCയുമായി 28/2/2005 കരാർ ഉൾപ്പെടുകയും പ്രസ്തുത തുക അനുവദിച്ച് ആകെ 22,90,747 രൂപ 7/5/2025 ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട സ്പീക്കർ 07/2000 യോഗത്തിൽ 03/0/2000 ലോഞ്ചിന്റെ പൂർണ്ണമായ മേൽനോട്ടം നിയമസഭാ സമിതിയിൽ പൊതുമരാമത്ത് വകുപ്പ് വഹിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. തുടർന്നുള്ള യോഗങ്ങളിൽ ലോഞ്ചിൽ ഇലക്ട്രോണിക് മെക്കാനിക്കൽ സംവിധാനങ്ങൾ തകരാറ് പരിഹരിച്ച് ആർ ശങ്കരൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിന്റെ പരിപാലനം പൊതുമരാമത്ത് വകുപ്പ് കൈമാറുന്നുള്ള നടപടി എത്രയും വേഗം കൈക്കൊള്ളണമെന്നും ഉപകരണങ്ങളുടെ പർച്ചേസ്, ഇൻവോയ്സ്, വാറണ്ടി എന്നിവ അടക്കമുള്ള രേഖകൾ അടിയന്തരമായി ലഭിക്കും. ഇങ്ങനെ അങ്ങ് പോവുകയാണ്. പിന്നെ പറഞ്ഞ ആർ ശങ്കരൻ നാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിന്റെ പരിപാലനം PW ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സ്പീക്കറുടെ അധ്യക്ഷതയിൽ 06/01/2026 ചേർന്ന യോഗത്തിൽ LED വാളുകൾ റിപ്പയർ ചെയ്തതിന് പകരം പുതിയവ സ്ഥാപിക്കുന്നതിന് അതിന് ചെലവായ 50% ULCC നിയമസഭാ സെക്രട്ടറി എന്ന് തുല്യമായി വഹിക്കുന്ന നിർദ്ദേശം നൽകി. ULCC അവതരിപ്പിക്കുകയും യോഗം അത് അംഗീകരിക്കുകയും തുടർന്ന് ആകെ 19,30,400 രൂപ ചെലവ് വരുന്ന പ്രപ്പോസൽ ULCC സമർപ്പിക്കുകയും, ചുരുക്കി പറഞ്ഞാൽ ULCC തട്ടിപ്പും അഴിമതിയും ഒക്കെ നടത്തുന്നു. അതുകൊണ്ട് ഇനി ഈ പരിപാടിയൊന്നും അവർ ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഉത്തരവുകളെല്ലാം റദ്ദ് ചെയ്ത് പുറത്തിറക്കിയിരിക്കുകയാണ്. ഇതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. VD സതീശന് മന്ത്രിസഭയ്ക്കും കഴിയാത്തത് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കഴിയുന്നു. അല്ലെങ്കിൽ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേരള ചരിത്രത്തിൽ ഇടം പിടിക്കുമെന്ന് തീർച്ചയാണ്. മന്ത്രി എന്ന നിലയിൽ ആഭ്യന്തരമന്ത്രിയും റവന്യൂ മന്ത്രിയും സിനിമാ സാംസ്കാരിക മന്ത്രിയും ഒക്കെയായി വാണ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇക്കുറി നിയമസഭയിലെ ഏറ്റവും സുപ്രധാനമായ ഒരു പദവിയോടെ മന്ത്രിയാകുമെന്ന് കണക്കാക്കപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന് നിശ്ചയിച്ചത് സ്പീക്കർ പദവിയായിരുന്നു. 74-കാരനായ സ്പീക്കർ ഒരു ഹെഡ് മാസ്റ്ററെ പോലെ മെമ്പർമാരെ ശാസിച്ചും അസാധാരണ കാര്യങ്ങളൊക്കെ സാധ്യമാക്കിയും മുന്നേറുകയാണ്. നിയമസഭാ പ്രസംഗങ്ങൾ നടക്കുമ്പോൾ MLA മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനെ കർശന താക്കീതോടെ നിരോധിച്ചു. പ്രതിപക്ഷം ബഹളം വയ്ക്കുമ്പോൾ വാച്ച് ആൻഡ് വാർഡിനെ വിളിച്ച് അവരെ മാറ്റുന്ന പരിപാടി അവസാനിപ്പിച്ച് നിങ്ങൾ എത്ര ബഹളം വെച്ചാലും കുഴപ്പമില്ല എന്ന് അനുവദിച്ചു കൊടുത്തു. പ്രതിപക്ഷത്തിന് പോലും ആവശ്യത്തിലധികം സമയം സംസാരിക്കാൻ അനുവദിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർക്കും സ്പീക്കർക്കും സ്വന്തം മണ്ഡലത്തിലെ കാര്യങ്ങൾ മറ്റ് MLA മാരെ പോലെ പറയാൻ അനുമതി കൊടുത്തു. പൊതുജനങ്ങൾക്ക് സർക്കാരിനോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവ സ്പീക്കർക്ക് എഴുതി കൊടുക്കാമെന്നും അതനുസരിച്ച് ആ ചോദ്യങ്ങൾ ചോദ്യോത്തരവേളയിൽ ഉന്നയിക്കുമെന്നും അതിന് മന്ത്രിമാർ മറുപടി പറയണമെന്നും സ്പീക്കർ നിർദ്ദേശിക്കുന്നു. വർഷത്തിലൊരിക്കൽ പൊതുജനങ്ങളുടെ ചോദ്യങ്ങൾ മാത്രമായിരിക്കണം ചോദ്യോത്തരവേളയിൽ എന്നും സ്പീക്കർ നിർദ്ദേശിക്കുന്നു. അടിമുടി പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയും പ്രതിപക്ഷത്തെ പോലും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുന്നേറുമ്പോൾ സ്വാഭാവികമായും പുതിയ ചരിത്രം സൃഷ്ടിക്കപ്പെടുകയാണ്. മുഖ്യമന്ത്രിക്കും സർക്കാരിനും നട്ടലില്ലാത്ത ഊരാളുങ്കൽ സൊസൈറ്റിയുടെ നടുവൊടിക്കാൻ പോലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വേണ്ടി വന്നു എന്നത് ജനങ്ങൾക്കിടയിൽ കയ്യടിക്ക് കാരണമായിട്ടുണ്ട്.